ആരാധനയ്ക്കകത്ത് കടന്നു വരുമ്പോ നമ്മുടെ മനസ്സിനകത്ത് അലസത വ്യാപരിക്കാം. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പോലും അലസമായിരിക്കാം. എന്നാൽ ഞാൻ പറയാം, നിന്റെ അലസത കൊണ്ട് ദൈവത്തിൽ ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. ചില സഭായോഗത്തിന് വരുന്നത് എന്തിനാ? ഇന്നലെ ഞങ്ങളുടെ സഹോദരൻ പറഞ്ഞു, ചന്തയ്ക്ക് പോകുന്നത് ചന്ത സാധനം വാങ്ങിക്കാനാ, എയർപോർട്ടിൽ പോകുന്നത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനാ. എന്നാൽ ഇന്ന് പലരും ദൈവസന്നിധിയിൽ വരുന്നത് ചന്തയ്ക്ക് പോകുന്നതിന് ചന്ത സാധനം വാങ്ങിക്കുന്ന ഉദ്ദേശമുണ്ടെങ്കിൽ ആലയത്തിനും ആരാധനയ്ക്ക് വരുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പോലും അല്ലാത്ത വിധത്തിൽ അലസമായി വ്യാപരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ലജ്ജ കൂടാതെ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ആരും കേട്ടില്ലെന്ന് വിചാരിക്കരുത്. നിന്റെ നീറുന്ന ഹൃദയത്തിനകത്തു നിന്ന് നിഷ്കളങ്കമായി നിന്റെ വിശുദ്ധ കരം ഉയർത്തിപ്പിടിച്ച് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി നിലവിളി ഉയർത്തുമെങ്കിൽ അത് നീ ചെയ്യരുത് എന്നാണ് സാത്താൻ നന്നായി ആഗ്രഹിക്കുന്നത്. നീ അലസനാകണം എന്ന് പിശാചി ശരിക്കും ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനം അഴിയട്ടെ. പ്രാർത്ഥനയുടെ നിർബന്ധബുദ്ധി, പ്രാർത്ഥനയുടെ നിർബന്ധബുദ്ധി, ഈ വചനം കേൾക്കുന്ന ദൈവദാസന്മാരെ, പ്രാർത്ഥനയുടെ നിർബന്ധബുദ്ധി വ്യാപരിക്കട്ടെ. നിന്റെ വിഷയത്തിന് മറുപടിയുണ്ട്. എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയം SOS വിളി, സേവ് അവർ സോൾ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആപ്പിൾ ഐഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ ഐഫോൺ കയ്യിലേക്ക് വീണ അസാധാരണമായി കുലുങ്ങിയാൽ അതിനകത്തെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ച നമ്പറിലേക്ക് പെട്ടെന്ന് കോൾ പോകും. എന്ന് പറഞ്ഞാൽ അപകടാവസ്ഥയിലാണ് ഈ ഫോണിന്റെ ഉടമസ്ഥൻ എന്ന ഒരു പ്രത്യേക ഇൻഫർമേഷൻ പോവുകയാണ്. കപ്പലുകളിൽ SOS സിസ്റ്റം ഉണ്ട്, ഫ്ലൈറ്റുകളിൽ SOS സിസ്റ്റം ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു SOS സിസ്റ്റത്തിന്റെ സന്ദേശം 1941 രംഗം. രണ്ടാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ജർമ്മൻ കപ്പൽ, അതിന്റെ മുകളിലേക്ക് ഒരു ബ്രിട്ടീഷ് കപ്പൽ ടോർപിഡോ ഉപയോഗിച്ചു. കപ്പൽ തകർന്നു. അടിയിൽ കൂടെ വെള്ളം ഇരച്ചു കയറുകയാണ്. യാത്രക്കാർ മിക്കവാറും മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ കപ്പലിൽ നിന്നും ഒരു സന്ദേശം പുറത്തു പോയി. ഞങ്ങളുടെ യാത്രക്കാരിൽ 5 പേരൊഴികെ ബാക്കി മുഴുവൻ മരിച്ചു. ഒരു ബ്രിട്ടീഷ് കപ്പലെ ഫ്ലൈറ്റ് ഞങ്ങളെ ടോർപിഡോ ചെയ്തു. ഇതാ 5 പേർ മണ്ടയിൽ കയറി ജീവന് വേണ്ടി നിലവിളിച്ചു നിൽക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണം. ഇത് SOS സിസ്റ്റത്തിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങി. അലൂമിനിയം കവർ ചെയ്ത ആ SOS സിസ്റ്റത്തിന്റെ ബാറ്ററി ദീർഘവർഷങ്ങൾ നിൽക്കുന്നതായിരുന്നു. 38 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ സിഗ്നൽ മറ്റൊരു സിസ്റ്റത്തിൽ കിട്ടി. അപ്പോഴേക്കും ഈ നിലവിളിച്ചവൻ മരിച്ച് മാംസവും അസ്ഥിയും ദ്രവിച്ചു മാറിക്കഴിഞ്ഞു. എന്റെ മുൻപിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടിയവർ ഇതിനകത്തിരിപ്പില്ലേ? ഞാൻ ആത്മാവിൽ നിയോഗത്തോടെ പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഒരു കേവലം SOS സിസ്റ്റത്തിന്റെ നിലവിളി പോലെ അവസാനിപ്പിക്കത്തക്ക വിധം നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന് ആത്മാവ് ഇന്ന് പകൽ തലയിൽ കൈവച്ചൊരു ആലോചന പറയുന്നു. 6 പ്രധാനപ്പെട്ട കാരണങ്ങളാൽ, ശ്രദ്ധിച്ചു കേൾക്കണേ, 6 പ്രധാനപ്പെട്ട കാരണങ്ങളാൽ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെടാം. പ്രാർത്ഥനയുടെ മറുപടി എന്തുകൊണ്ട് തടയപ്പെടുന്നു? ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. നീയും നിന്റെ ദൈവവും ഒരുമിച്ച് ചേർന്ന് പൈശാചിക ശക്തികളെ ജയിക്കുന്നത് വരെ ചിലപ്പോൾ ഈ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെടും. ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 21 ദിവസമായി. പക്ഷേ ആകാശത്തിന്റെ അറുതിയിൽ നിന്നും മറുപടിയുമായി എത്തിയ ദൈവത്തിന്റെ ദൂതൻ ആകാശമണ്ഡലത്തെ തടയുന്ന പാർസി ശക്തികളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. താഴെ ഈ ദൈവദാസൻ പ്രാർത്ഥനയിലാണ്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്തൃദാസന്റെ കൈകളിൽ മറുപടി എത്താതെ 21 ദിവസം മറുപടി തടയപ്പെട്ടത് സാത്താന്യ ശക്തി ആകാശത്തിൽ അവന് ആധിപത്യം പുലർത്തിയിരിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന് ആത്മാവ് പറയുന്നു, അസാധാരണമായ ചില വെല്ലുവിളികൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട്, അസാധാരണമായ ചില പോരാട്ടങ്ങൾ നിന്റെ തലമുറയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് നീയും നിന്റെ ദൈവവും ഒരുമിച്ച് കൈകോർത്ത് അതിനെ ജയിക്കാൻ തയ്യാറാകാതെ നീ അലസപ്രകൃതിയിൽ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നിന്റെ പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടുകയില്ല. ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്ന നിന്റെ കരങ്ങൾ പ്രാർത്ഥനയിൽ ഉയരുമ്പോൾ നീ നിന്റെ ദൈവത്തിന് കൈ കൊടുത്തുകൊണ്ട് ഈ വിഷയത്തിനെതിരെ നിൽക്കുന്ന പാർട്ടി പ്രഭുവിനെ വെട്ടിമാറ്റാൻ എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുമെന്ന ബോധ്യത്തോടെ ആരാധിച്ചു തുടങ്ങുമെങ്കിൽ പൈശാചിക ശക്തികളുടെ താവളങ്ങളെ തകർത്ത്
അതുകൊണ്ട് വിഷയത്തിന്റെ ഉത്തരം നിന്റെ കൈകളിൽ ലഭിക്കേണ്ടതിന് അദൃശ്യക്കാരൻ ചലിക്കുന്നു എന്ന് ഞാൻ ആത്മനിയോഗത്തോടെ ദൂരെ വിളിച്ചു പറയുന്നു. ചില വിഷയങ്ങൾക്ക് നടുവിൽ മനസ്സ് തളർന്ന് ഉത്തരം കിട്ടാതെ നിരാശ കൊണ്ട് പ്രാർത്ഥനയുടെ വിഷയം മാർജിനിട്ട് മാറ്റിവെച്ച നിന്നോട് തലയിൽ കൈവച്ച് ദൈവത്തിന് ആത്മാവ് ദൂത് പറയുന്നു, ഇല്ല, നിന്റെ പ്രാർത്ഥന മരിക്കില്ല, ആ വിഷയത്തിൽ ഉത്തരം വെളിപ്പെടാൻ തുടങ്ങുന്നു. എന്നാൽ ഇതിനെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികൾ പ്രബലരാണ്. നീ കൈകെട്ടി വാമൂട്ടി മൗനമായിരുന്നു അനങ്ങാപ്പാറ നയത്തിൽ ദൈവസ്ഥനിരുന്നാൽ ഒന്നും പ്രാപിക്കാൻ കഴിയില്ല. 1-ാം ദിവസം മറുപടിയില്ല, 7-ാം ദിവസം മറുപടിയില്ല, 14-ാം ദിവസം മറുപടിയില്ല, 20-ാം ദിവസം മറുപടിയില്ല. 20-ാം ദിവസം എഴുന്നേറ്റ് പോയാൽ വിഷയത്തിൽ ഉത്തരം കൈകളിലെത്തില്ല. 21-ാം ദിവസം വരെ ആത്മാവിലെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാൻ കഴിയുമോ? ഞാനും ദൈവവും ചേർന്ന് ഈ പൈശാചിക താവളങ്ങളെ ജയിക്കുന്നത് വരെ, അന്ധകാര ശക്തികളെ ജയിക്കുന്നത് വരെ, എനിക്ക് ദൈവത്തിങ്കിൽ നിന്ന് മറുപടി കിട്ടുന്നത് വരെ ഞാൻ ഇന്ന് പകല കരമം ഉയർത്തിപ്പിടിച്ചേ, ആ കരമം ഉയർത്തിപ്പിടിച്ചേ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവങ്ങളെ വിളിച്ചു പറയാം. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് നീ കടന്നു വന്നു.